അപ്പോൾ നമുക്ക് ഇനി നേരെ ചെന്നൈയിലേക്ക് വിട്ടാലോ? അതെ, അവിടെ നല്ല ഭക്ഷണം കിട്ടുന്ന, പ്രത്യേകിച്ച് നോൺ വെജ് ഭക്ഷണങ്ങൾ കിട്ടുന്ന ഒരിടമുണ്ടെന്നാണ് മനീഷ് മൂർത്തി പറയുന്നത്. യെസ്, അപ്പോൾ ഒരു നോൺ വെജ് കടയിലേക്ക് തന്നെയാണ് പോകുന്നത്. കേരളത്തിന്റെ തനത് രുചിക്കൂട്ടുകളുമായി ഒരു പതിറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിക്കുന്ന ഹോട്ടലിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. വിഭവങ്ങളിൽ പ്രധാനവും സ്പെഷ്യലും എന്ന് പറയുന്നത് ബീഫ് ഐറ്റംസ് ആണ്. പുളിക്കും. പ്രജൻ പ്രവിത വടക്കം, നമുക്കേ നല്ല ബീഫ് കഴിക്കാൻ പോയാലോ? ചെന്നൈയിൽ ഒരു 12ഓളം വെറൈറ്റി ബീഫ് ഐറ്റംസ് കിട്ടുന്നൊരു കട ഇതാ, കോട്ടയം കഫേ. മുഖപ്പേർ വെസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കഫേ ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടുത്തെ ബീഫ് വിഭവങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാം. കോട്ടയത്തുള്ള മാന്നാർ ബുധനൂർ സ്വദേശിയായിട്ടുള്ള അജയകുമാറാണ് ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് അജയേട്ടനോട് എങ്ങനെയാണ് ചെന്നൈയിലെത്തിയതെന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. എങ്ങനെയാണ് ചെന്നൈയിലേക്കുള്ളൊരു വരവ് എങ്ങനെയാണ്? ചെന്നൈയിലേക്ക് വന്നത് ഒരു വർഷങ്ങൾ 15 വർഷമായി ചെന്നൈ എത്തിയിട്ട്. ഞാൻ വേറെ ഫീൽഡോടാണ് ചെന്നൈയിലെത്തിയത്. ഒരു 10-12 വർഷക്കാലം കോയമ്പേട് മാർക്കറ്റ് ബിസിനസ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു ചെറിയൊരു മാറ്റം അങ്ങനെ മാറി ഫുഡിൻ്റെ ഫീൽഡിലേക്ക് ഒരു 12 വർഷമായിട്ടുണ്ട്. നമ്മളിവിടെ സ്ഥിരമായിട്ട് ഇപ്പം 7 വർഷം കഴിയുകയാണ്. നമ്മുടെ എടുക്കലെന്ന് പറഞ്ഞാൽ ബീഫ് ഐറ്റം തന്നെ പറഞ്ഞൊരു 10 വകയായിട്ടുള്ള ഐറ്റം ഉണ്ട്. 10-ന് മേലെ ഉണ്ട്. നമ്മുടെ സിറിയൻ ഫ്രൈ ഉണ്ട്, ബീഫ് റോസ്റ്റ്, സെമി ഗ്രേവി, ബീഫ് കറി, BDF, ബീഫ് ചില്ലി ഫ്രൈ, ചില്ലി ബീഫ്, ഗാർലിക് ബീഫ്, ജിഞ്ചർ ബീഫ്, അങ്ങനെ 10-ന് മേലുള്ള ഐറ്റങ്ങൾ നമ്മളിൽ കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന ബീഫ് ഫ്രൈ ആണ്, ബീഫ് പുലർത്തിയത്, സിറിയൻ ഫ്രൈ, എല്ലാം ഒരേ സെയിം തന്നെയാണ്. പിന്നെ രണ്ടാമത് സെമി ഗ്രേവി, പൊറോട്ട കഴിക്കാൻ വേണ്ടി ബീഫ് കറി, ബീഫ് റോസ്റ്റ്, അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മൂവിങ് ഉള്ളത്. എല്ലാം കേരള റെസിപ്പി. അത് ചില്ലി ബീഫ് അല്ലാതെ ബീഫ് ചില്ലി ഫ്രൈ ഉണ്ട്, അതൊക്കെ വന്ന് കേരള റെസിപ്പി. അത് മാത്രമല്ല വേറെയും കുറേ കാര്യങ്ങൾ, അതായത് പിന്നെ സ്നാക്സ് ഉണ്ട്, കേരള പൊറോട്ട, അതുപോലെ അപ്പം, പുട്ട്, അങ്ങനെ ഇവിടുത്തെ അത്യാവശ്യം ഇവിടെ നല്ല രീതിയിൽ ഇവർ ചെയ്തു കൊടുക്കുന്ന വിഭവങ്ങളൊക്കെ എന്തായാലും നമുക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ട്. എല്ലാത്തിനും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം കേരള മസാലയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. എല്ലാം ആ ഒരു രീതിയിൽ തന്നെയാണ്. അത് കേരളത്തിൻ്റെ തനത് രുചി തന്നെയാണ് ഇവിടെ. പിന്നെ കോട്ടയം സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്, മലബാർ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും കോട്ടയം കഫേ ചെന്നൈയിൽ മലയാളികൾക്കിടയിൽ ഒരു മാറ്റി നിർത്താൻ പറ്റാത്തൊരു രുചിയായി എന്തായാലും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഫുഡാണ്. ഏകദേശം ഒരു 5 വർഷത്തോളമായിട്ട് അജയേട്ടൻ്റെ ഫുഡ് റെഗുലറായിട്ട്, അജയേട്ടൻ്റെ കോട്ടയം കഫേയുടെ ഫുഡ് ഞങ്ങൾ റെഗുലറായിട്ട് കഴിക്കുന്നു. ഫാമിലിയായിട്ട് ചെന്നൈയിലുള്ളവർക്ക് ഒരു റെക്കമെൻഡഡ് സ്പോട്ടാണ് നമ്മുടെ നാട്ടിലൊരു, എക്സ്പെഷ്യലി കോട്ടയംകാരൻ എന്ന നിലയിൽ നാട്ടിലെ രുചികൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. എക്സ്പെഷ്യലി പൊറോട്ടയും കറികളും എല്ലാം നല്ലത്. ബീഫ് കൊണ്ട് അവിടെ പൂക്കളിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ അതാണ് കോട്ടയം കഫേയിലെ ബീഫിൻ്റെ വിശേഷങ്ങൾ. അത്രയേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഷോ തുടർന്നോളൂ. ഇല്ല, ഏതെങ്കിലുമൊക്കെ തീർക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. ശ്രീകാന്ത് കോരിശപ്പട്ടത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തി, 24. രണ്ടാളാണ് അവിടെ പോയത്. ആ ടേബിളിൽ നിരത്തിരിക്കുന്ന ബീഫ് പ്ലേറ്റ്സ് എത്ര എനിക്ക് എണ്ണാൻ പറ്റില്ല കേട്ടോ. എന്നിട്ട് പറയുകയാണത് പൂക്കളം പോലെ ഉണ്ടെന്ന്. അത് എത്ര തീർത്തു എന്നൊക്കെ ഒന്ന് ചോദിക്കണം. മനീഷ് മൂർത്തി ഒന്ന് വിളിക്കണം ഷോ കഴിഞ്ഞിട്ട്.